അല്പനേരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനും ഏറെ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അറിവാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് സെഷനിലേക്ക് പോവാം. നമ്മളിവിടെ ഈ കാണുന്ന ഹെഡിങ് തന്നെയാണ് പ്രധാനം, ഹെൽത്ത് അവയർനെസ് സെമിനാർ ആണ്. തീർച്ചയായിട്ടും നമ്മൾ ഇനി പോകുന്ന ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ലാർജസ്റ്റ് ഓർഗൻ ആയിട്ടുള്ള, നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ ആയിട്ടുള്ള സ്കിന്നിനെ കുറിച്ച് എത്രമാത്രം നമ്മൾ അവയർനെസ് ഉണ്ടാക്കുന്നു അത്രമാത്രം നമുക്ക് അതൊരു ബെനിഫിറ്റ് ആയിട്ട് മാറും. നമ്മുടെ ബോഡിയിൽ, എൻ്റെ ബോഡിയിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 20 സ്ക്വയർ ഫീറ്റ് ഏരിയാസിൽ നമ്മുടെ സ്കിന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു അമിതമായിട്ടുള്ള തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ഈ കാലാവസ്ഥ മാറ്റങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ സ്കിന്ന് നമ്മൾ ഒരുപാട് വൈറസുകളിൽ നിന്ന്, ബാക്ടീരിയസിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്ന് നമ്മളെ ശരീരത്തിലെ ഉൾവശങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് കിട്ടുന്ന പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്കിന്നാണ്. പ്രധാനമായിട്ടും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ സഹായിക്കും. നമ്മുടെ ബോഡിയിൽ നമ്മൾ അമിതമായ ചൂടാണെങ്കിലും അമിതമായ തണുപ്പാണെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു സ്കിന്നിന്റെ പ്രധാന ധർമ്മമാണെങ്കിൽ നെക്സ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കോമൺ സ്കിൻ പ്രോബ്ലംസ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന കോമൺ ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ മുഖത്ത് ഒരുപാട് പിമ്പിൾസുകൾ ഉള്ളവരെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സിമ, അത് സിറോസിസ്, സോറിയാസിസ് എന്ന് പറയുന്ന രോഗങ്ങളുള്ളവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇന്ന് ഏറെ പേരും ഇതിനെ ഒക്കെ ശ്രദ്ധാലുക്കളാണെന്നുള്ളതാണ്. കാരണം ഇന്ന് കാണുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് പരിഹാരങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവാം. എന്താണ് നമ്മുടെ മുഖത്ത് കാണുന്ന പിമ്പിൾസിന് കാരണം എന്നുള്ളത്? നമ്മൾ സാധാരണ ബാക്ടീരിയാസ് എന്നൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അടിഞ്ഞു കൂടുന്ന ബാക്ടീരിയാസ് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. എക്സിമ, ചൊറിച്ചിലുണ്ടാവുക, ശരീരത്തിൽ ഒരുപാട് പിന്നെ സ്വെല്ലിങ്, നീര് വെക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ സോറിയാസിസ് ഉള്ളവരുടെ സ്കിന്നാണെങ്കിലും സ്വെല്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഹോട്ടുള്ള ഒരു ചർമ്മമായിരിക്കും. തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് അനുഭവപ്പെടുന്ന ശരീരമുള്ളവരൊക്കെ നമ്മൾ കാണാറുണ്ട്. അവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് നമ്മൾ കണ്ടുവരുന്നതാണ് ഈ കാണുന്ന പിക്ചറിലുള്ളത് പോലെ തന്നെ നമ്മൾ എന്താ പറയുക, സ്കിൻ ലോസ്, പിഗ്മെന്റേഷൻ കാണും. നമുക്ക് മുഖത്തേക്ക് അവിടെ ഇവിടെ ഒക്കെ കറുത്ത പാടുകളും എന്താ പറയുക വെള്ളപ്പാടുകളൊക്കെ കാണുന്ന, കറുത്ത കളറിലും വെള്ള കളറിലൊക്കെ കാണുന്ന, നമ്മൾ അതിനെ പല പേരിട്ട് വിളിക്കാറുണ്ടെങ്കിലും അത് ഒരു പ്രധാന പ്രശ്നം. അതുപോലെ തന്നെയാണ് തലയിൽ ഉണ്ടാവുന്ന താരൻ. ഈ താരൻ കാരണം ശരീരത്തിലെ കഴുത്തിലും കഴുത്തിന്റെ ചുറ്റുഭാഗത്തൊക്കെ ഒരുപാട് പേർക്ക് ചൂട് പോലെ അല്ലെങ്കിൽ ഒരുപാട് കുരുക്കൾ പോലെ